ഹലോ എവരിബഡി, വെൽക്കം ടു ജോ ടോക്ക് ഫുട്ബോൾ. അങ്ങനെ നമ്മൾ ഒളിമ്പിയാക്കോസിനെ 2-0 പരാജയപ്പെടുത്തിയിരിക്കുന്നു. വെരി കംഫർട്ടബിൾ ഗെയിം. ഇത്രയും കംഫർട്ടബിളായിട്ട് ഞാൻ ഒരു ഗെയിം കാണുന്ന ആദ്യമായിട്ടാണ് ഈ സീസണിൽ. വെരി കംഫർട്ടബിൾ ഗെയിം, ഒരു കംപ്ലൈൻറ്റും ഇല്ല. വെറും ചുമ്മാ ഇങ്ങനെ എന്താ ഗോൾ അടിക്കുന്നില്ല, കംഫർട്ടല്ല. പെർഫോമൻസിൽ വളരെ ഹാപ്പി ആയിരുന്നു. എല്ലാ രീതിയിലും ഐ എം സോ ഹാപ്പി വിത്ത് ദിസ് ടീം. നമ്മൾ ന്യൂ കാസിലിൽ എന്താണോ തുടങ്ങി വെച്ചത് അത് തന്നെ നമ്മളിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു സങ്കടം പറയുകയാണെങ്കിൽ, ഒരു ആശങ്ക പറയുകയാണെങ്കിൽ, നമ്മുടെ ഈ ഒരു മൊമെൻറ്റം ഒന്ന് ഈ ഇൻ്റർനാഷണൽ ബ്രേക്ക് വരുമ്പം എന്താണ് അത് ആ മൊമെൻറ്റം നശിക്കുമോ എന്നുള്ള ഒരു ചെറിയൊരു ആശങ്കയുണ്ട്. അതല്ലാതെ നോക്കുവാണെങ്കിൽ ഐ എം റിയലി ഹാപ്പി വിത്ത് ടുഡേയ്സ് പെർഫോമൻസ്. ആർക്കും അത്ര കംപ്ലയിൻറ്റ് പറയാൻ ഉള്ളതായിട്ടൊന്നുമില്ല അതിനകത്ത്. അവിടെ ഇവിടെയും ചെറിയ ചേഞ്ചസ് ഉണ്ടായിരുന്നു ലൈനപ്പിൽ. കാലഫിയോറിയെ മാറ്റിയിട്ട് MLS ആയിരുന്നു. സെൻട്രലിൽ ഓഡഗാർഡ് സ്റ്റാർട്ട് ചെയ്തു, മെറീനോ ഓൺ ദ ലെഫ്റ്റ്, പിന്നെ ട്രൊസാഡ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ, മാർട്ടിനെല്ലി റൈറ്റ് ഹാൻഡ് സൈഡിൽ, സെൻട്രലിൽ നമ്മുടെ ഗ്യോക്കറൈസ്. ഫസ്റ്റ് ഹാഫ് ഫുൾ ടോട്ടൽ ഡോമിനേഷൻ നമ്മുടെ ഭാഗത്തുനിന്ന്. ഇടയ്ക്ക് പറയുകയാണെങ്കിൽ റായയുടെ ഒരു വേൾഡ് ക്ലാസ് സേവ് ഉണ്ടായിരുന്നു. റൈറ്റ് വിങ്ങിൽ നിന്ന് ഒളിമ്പിയാക്കോസിൻ്റെ ഒരു അറ്റാക്ക്, അത് ബോക്സിലേക്ക് വരുന്നു. ഫസ്റ്റ് ടൈം വോളി എടുക്കുന്നു. ബട്ട് വേൾഡ് ക്ലാസ് ഡൈവിങ് സേവ് നമ്മുടെ റായയുടെ ഭാഗത്തുനിന്ന്. റായ ആ ഒരു സേവ് മാത്രമല്ല, സെക്കൻഡ് ഹാഫിലും വേറെ 2 സേവ് അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് ആ ഫസ്റ്റ് ഹാഫിലെ സേവ് ആയിരുന്നു ദ മോസ്റ്റ് ഡിഫിക്കൽട്ട്. ഹീ മെയ്ഡ് ഇറ്റ് ലുക്ക് സോ ഈസി. ഭയങ്കര ഈസി ആയിട്ട് അത് സേവ് ചെയ്തു. ബട്ട് അതൊരിക്കലും അതൊരു ഈസി സേവ് അല്ലായിരുന്നു. അത് കെപ്പയായിരുന്നെങ്കിൽ അത് സേവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ ഇച്ചിരി ഡൗട്ടുണ്ട്. ബട്ട് എഗെയിൻ ഈ ഒരു കോമ്പറ്റീഷനെ അർട്ടറ്റ സീരിയസ് ആയിട്ടാണ് കാണുന്നത് എന്ന് കാണാനൊരു സന്തോഷമുണ്ട്. കാരണം ഒരു സ്ട്രോങ് ടീമിനെ തന്നെയാണ് ഇറക്കി. ഈവൻ ആ സബ്സ്റ്റിറ്റ്യൂഷൻ തന്നെ, സെക്കൻഡ് ഹാഫിലെ സബ്സ്റ്റിറ്റ്യൂഷൻ തന്നെ, എവറിത്തിങ് വാസ് സോ പോസിറ്റീവ്. എസെ, സാക്ക, റൈസ്, ഇങ്ങനത്തെ വളരെ പോസിറ്റീവ് ചേഞ്ചസ് ആണ് നമുക്ക് അർട്ടറ്റയുടെ ഭാഗത്തുനിന്ന് നമുക്ക് കാണാൻ പറ്റിയത്. ഗൈസ്, ബോട്ടം ലൈൻ, ഹാൻഡ് ബ്രേക്ക് ഈസ് ഓഫ്. ഹാൻഡ് ബ്രേക്ക് ഒന്നുമില്ല, ഫുൾ ഹാൻഡ് ബ്രേക്ക് വലിച്ചു കളഞ്ഞിട്ടുണ്ട് നമ്മുടെ അർട്ടറ്റ. ബ്യൂട്ടിഫുൾ ആയിട്ടാണ് നമ്മൾ കളിക്കുന്നത്. ഓഡഗാർഡ് ഈസ് ബാക്ക് എന്ന് നമുക്ക് പറയേണ്ടി വരും. ശരിയാണ്, ഒളിമ്പിയാക്കോസ് ആണ്, അത് അത്ര വലിയ ടോപ്പ് ടീമൊന്നും അല്ല എന്ന് ചിലർ പറയുമെങ്കിലും, ബട്ട് നമുക്ക് വി ക്യാൻ സീ ദ ഫ്ലാഷസ് അവിടെ ഇവിടെ. വി ക്യാൻ സീ ദ ഫ്ലാഷസ് ദാറ്റ് ഹീ ഈസ് ബാക്ക്, ഹീ ഈസ് ഗെറ്റിംഗ് ബാക്ക് ടു ഹിസ് ഫിറ്റ്നസ്. ബട്ട് അറ്റ് ദ സെയിം ടൈം ബെൻ വൈറ്റിന് ഇനിയും സമയം വേണം ആ ഒരു കറക്റ്റ് ആ ഒരു ഫോമിലേക്ക് വരാൻ. ബെൻ വൈറ്റ് ഇപ്പോഴും ആ ഒരു നമ്മുടെ പഴയ ബെൻ വൈറ്റ് ആയിട്ടില്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. ബട്ട് ടോട്ടൽ നോക്കുമ്പോൾ റിയലി ഹാപ്പി. ഒരു ഗോളെ അടിച്ചോളും, 90th മിനിറ്റ് വരെയും നമ്മൾ ഒരു ഗോളെ അടിച്ചോളെങ്കിൽ പോലും നമ്മൾ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു ഗൈസ്. നമ്മൾ നല്ല കൺട്രോൾഡ് ആയിരുന്നു, കംഫർട്ടബിൾ ആയിരുന്നു. നമ്മളിപ്പോൾ ഒരു വെൽ ബാലൻസ്ഡ് ടീമാണ്. നമ്മൾ കൊണ്ടുവന്ന സബ്സ്റ്റിറ്റ്യൂഷൻ, ഓ മൈ ഗോഡ്, എസെ, റൈസ്, ടിംബർ, സാക്ക, ഇങ്ങനത്തെ ആൾക്കാരൊക്കെയാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷനായിട്ട് കൊണ്ടുവരുന്നത്. സോ ഹാപ്പി വിത്ത് ദിസ് ടീം. ഫസ്റ്റ് ഗോളിനെ പറ്റി പറയുകയാണെങ്കിൽ ഗ്യോക്കറൈസിന് ഒരു ത്രൂ ബോൾ കിട്ടുന്നു. ഒരു അറൗണ്ട് 13th മിനിറ്റിൽ ഒരു ത്രൂ ബോൾ കിട്ടുന്നു. അത് ഷോട്ട് എടുക്കുന്നു. ബട്ട് ഗോൾ കീപ്പർ ഈസ് ട്രൈങ് ടു മേക്ക് എ സേവ്. ആ സേവ് ഗോൾ കീപ്പറിൻ്റെ ഇവിടെ തട്ടി പോയിട്ട് അത് പോസ്റ്റിൽ തട്ടി തിരിച്ചു വരുന്നു. മാർട്ടിനെല്ലി അവിടെ റൈറ്റ് മാൻ അറ്റ് ദ റൈറ്റ് സ്പോട്ട് അവിടെ ഉണ്ടായിരുന്നു. മാർട്ടിനെല്ലി അത് കൺവേർട്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞ് വി ആർ ട്രൈങ് ലോട്ട് ഓഫ് തിങ്സ്. നമ്മൾ ഒരുപാട് അറ്റംപ്റ്റ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓഡഗാർഡിൻ്റെ ഒരു ഡബിൾ ഷോട്ട് ഉണ്ടായിരുന്നു സെക്കൻഡ് ഹാഫിൽ വെച്ചിട്ട്, അത് കയറുന്നില്ല. അങ്ങനെ കുറേ നമ്മൾ ട്രൈ ചെയ്തായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഒന്നും അങ്ങോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെയാണ് നമ്മുടെ ചേഞ്ചസ് ഒക്കെ വരുന്നത്. എസെ വരുന്നു, സാക്ക വരുന്നു, റൈസ് വരുന്നു, ടിംബർ വരുന്നു. ഇത്രയും പിന്നെ സലീബയ്ക്ക് ഇടയ്ക്കൊന്ന് ഇഞ്ചുറി ആയിരുന്നു. ഇഞ്ചുറി അല്ല, അതിനെപ്പറ്റി നമുക്ക് കൂടുതൽ അറിയാം. ബട്ട് അത് അത്ര സീരിയസ് ഇഞ്ചുറി ആയിട്ട് തോന്നുന്നില്ല. റായ ക്രാഷ് ലാൻഡഡ് ചെയ്തു നമ്മുടെ സലീബയുടെ മണ്ടയിൽ. ഒരു ബോള് റിട്രീവ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ റായ സലീബയുടെ മണ്ടയിലോട്ടാണ് ക്രാഷ് ലാൻഡായി. അതിൻ്റെ ആ ഒരു ഇമ്പാക്റ്റാണ്. അത്ര വലിയ സീരിയസ് ഇഞ്ചുറി ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഗ്യാബ്രിയൽ പോയിട്ട്, ഞാൻ സലീബ എന്നാണ് പറഞ്ഞത്, സലീബയല്ല ഗ്യാബ്രിയൽ പോയിട്ട് നമ്മുടെ മൊസ്കേറ വരുന്നു. സോ ഇത്രയും ചേഞ്ചസ് ആണ് വന്നത്, വളരെ പോസിറ്റീവ് ചേഞ്ചസ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സാക്കയ്ക്ക് ഒരു ഓപ്പർച്യൂണിറ്റി. എഗെയിൻ
brilliant play from Odegaard and everyone. The entire game. ഈവൻ ആ ഒരു പാസ് ഉണ്ടായിരുന്നു, റൈസിൻ്റെ ഒരു പാസ് ആർക്കായിരുന്നു, ഓഡഗാർഡിനായിരുന്നു ഒന്ന് കൊടുത്തത്. ഓ മൈ ഗോഡ്, ബ്യൂട്ടിഫുൾ പാസ്. അത് നമ്മുടെ ഹാഫിൽ നിന്ന് ഒരു ഡയഗണൽ ഗ്രൗണ്ട് പാസ് ഒരെണ്ണം ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തത്. എൻ്റെ അമ്മ, ഒരു രക്ഷയില്ലാത്തൊരു പാസ്. അതേ പറഞ്ഞത് നമ്മളെന്താണ് ന്യൂകാസിലിൽ സ്റ്റോപ്പ് ചെയ്തതെന്നുണ്ടല്ലോ, ആ ഒരു ബ്യൂട്ടിഫുൾ ഗെയിം നമ്മളിങ്ങനെ ക്യാരി ഫോർവേഡ് ചെയ്ത് പോകുന്നുണ്ട്. സോ സെക്കൻഡ് ഹാഫിൽ അങ്ങനെ സാക്കയ്ക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്ന ആ ഒരു ബ്രില്യൻറ്റ് ഓപ്പൺ പ്ലേയിൽ നിന്ന് നമ്മൾ ആ ഒരു ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുന്നു. സാക്ക ഗോൾ കീപ്പറിനെ നട്ട്ബക്ക് ചെയ്ത് ഗോൾ അടിക്കുന്നു. വെരി ഹാപ്പി ടു സീ സാക്ക ആദ്യത്തെ ചാമ്പ്യൻസ് ലീഗ് ഗോൾ അടിക്കാൻ പറ്റിയതിൽ ഐ എം റിയലി ഹാപ്പി. അതും ബാക്ക് ഫ്രം ആൻ ഇഞ്ചുറി. ഈ ഒരു ഗോള് സാക്കയ്ക്ക് കൊടുക്കുന്ന ആ ഒരു കോൺഫിഡൻസ് ബൂസ്റ്റ് ഈസ് ടു മച്ച്. ഓർക്കണം, നോനി ഇഞ്ചുവേർഡാണ്. സോ സാക്ക എന്ന പ്ലെയറിന് അങ്ങനെ ഒരു കോൺഫിഡൻസ് ബൂസ്റ്റർ കിട്ടിയിരിക്കുകയാണ്. എഗെയിൻ ഇന്നത്തെ സബ്സ്റ്റിറ്റ്യൂഷൻ എനിക്ക് തോന്നുന്നു അത് മൂന്നാമത്തെ പ്രാവശ്യം പറയുന്നത്, കാരണം അത് പറയേണ്ട കാര്യമുണ്ട്. ഇറ്റ്സ് ഓൾ പോസിറ്റീവ്. കാരണം ഒരു ഗോൾ അടിച്ചു കഴിഞ്ഞിട്ട് സാധാരണ അർട്ടറ്റയുടെ മൈറ്റെന്ന് പറഞ്ഞാൽ കുറച്ച് ഡിഫെൻസീവ് ആവാം, പക്ഷേ അതൊന്നും അല്ലായിരുന്നു. അർട്ടറ്റ ഇന്ന് പോസിറ്റീവ് ചേഞ്ചസ് ആണ് എല്ലാം ചെയ്തത്. സോ എഗെയിൻ വളരെ കംഫർട്ടബിൾ ആയിരുന്നു ഗൈസ്. എനിക്ക് എല്ലാ ഫാൻസും ഇപ്പം ഒരു ഗോളേ ഉള്ളൂ, അയ്യോ ലാസ്റ്റ് മിനിറ്റ് ഈക്വലൈസ് ആവുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനത്തെ വലിയ ടെൻഷനൊന്നും ആർക്കും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ശരിയാണ്, ഒരു 75 മിനിറ്റ്സിൽ ഒരു സ്പെല്ലുണ്ടായിരുന്നു, ഒരു 5 മിനിറ്റ് സ്പെല്ലുണ്ടായിരുന്നു ഒളിമ്പിയാക്കോസിന്. ആ ഒരു സമയത്ത് മാത്രമേ ഉള്ളായിരുന്നു അയ്യോ ഇവർ ഗോൾ അടിക്കുമോ എന്നുള്ള ഒരു ഫീല് വന്ന്. അല്ലാതെ ഓവറോൾ വി ടോട്ടലി ഡോമിനേറ്റഡ് ദ ഗെയിം. റിയലി വെൽ പ്ലേഡ്, ഗ്രേറ്റ് ഗെയിം. സോ അങ്ങനെ നമ്മൾ 2 wins, 2 out of 2 അടിച്ചിരിക്കുകയാണ് ചാമ്പ്യൻസ് ലീഗിൽ, 6 points. എനിവേ താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ വാച്ചിങ്. ലൈവിന് വന്ന എല്ലാവർക്കും എഗെയിൻ വൺ മോർ ബിഗ് താങ്ക്സ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഗുഡ് നൈറ്റ്, ഗുഡ് മോർണിംഗ്.